പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DC to DC കൺവേർട്ടർ പാർട്ട് 6. ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ്: ഇൻട്രൊഡക്ഷൻ ഓഫ് IC MC34063, IC MC34063 കുറിച്ച്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, പിൻ കോൺഫിഗറേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ IC, buck converter circuit using the IC, boost converter circuit using the IC, inverting converter circuit using the IC. Introduction about IC MC34063. IC MC34063 Introduction. The IC MC34063 contains the primary functions required for DC to DC converters. DC to DC കൺവേർട്ടേഴ്സിന് ആവശ്യമായ എല്ലാ പ്രൈമറി ഫങ്ഷൻസും ഉൾപ്പെടുന്ന ഒരു IC ആണ് IC MC34063. It is suitable for use in step down, step up and voltage inverting applications as well as series pass regulators. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ്, ബൂസ്റ്റ്, ബക്ക്, അതുപോലെ വോൾട്ടേജ് ഇൻവേർട്ടിങ്, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിനെല്ലാം പോരാ സീരീസ് പാസ് റെഗുലേറ്റർ, ഇതെല്ലാം നമുക്ക് ഈ MC34063 എന്ന് പറയുന്ന IC ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് യൂസസ് എ മിനിമം നമ്പർ ഓഫ് എക്സ്റ്റേണൽ കമ്പോണൻസ്. അപ്പോൾ ICയുടെ ഡ്വൽ ഇൻ ലൈൻ പാക്കേജും അതുപോലെ അതിൻ്റെ SMDയിലുള്ള SOP പാക്കേജുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടും 8 പിന്നാണ്. നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓപ്പറേഷൻ ഫ്രം 3 വോൾട്ട് ടു 40 വോൾട്ട് ഇൻപുട്ട്, 3 വോൾട്ട് മുതൽ 40 വോൾട്ട് വരെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് ലിമിറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. ലോ സ്റ്റാൻഡ് ബൈ കറൻറ്റ്, ഔട്ട്പുട്ട് സ്വിച്ച് കറൻറ്റ് ടു 1.5 ആംപിയർ, ഔട്ട്പുട്ട് കറൻറ്റ് നമുക്ക് 1.5 ആംപിയർ വരെ അവൈലബിൾ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റബിൾ 1.25 വോൾട്ട് ടു 40 വോൾട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് 1.25 വോൾട്ട് ടു 40 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് വേരിയേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് 1.25 വോൾട്ട് ടു 40 വോൾട്ട്. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ടു 100 kHz. ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, പോർട്ടബിൾ ചാർജസ്, എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ഫോൺ ചാർജസിലൊക്കെ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ബാറ്ററി ഓപ്പറേറ്റർ സർക്യൂട്ട്, മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഡിവൈസസ്. നമുക്ക് ICൻ്റെ പിൻ ഡയഗ്രാം നോക്കാം. IC MC34063 പിൻ കോൺഫിഗറേഷൻ ആൻഡ് ഫങ്ഷൻസ്. 8 പിന്നാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, 8 പിന്ന് ഡ്വൽ ലൈൻ പാക്കേജിലും SMDയിലുള്ള SOP പാക്കേജിൽ നമ്മൾ കണ്ടു. രണ്ടിലും 8 പിന്ന് അല്ലേ. 8 പിന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. പിൻ നമ്പർ 1 സ്വിച്ച് കളക്ടർ, പിൻ നമ്പർ 2 സ്വിച്ച് എമിറ്റർ, പിൻ നമ്പർ 3 ടൈമിംഗ് കപ്പാസിറ്റർ, പിൻ നമ്പർ 4 ഗ്രൗണ്ട്, പിൻ നമ്പർ 5 ഫീഡ്ബാക്ക്, പിൻ നമ്പർ 6 VCC, പിൻ നമ്പർ 7 കറണ്ട് സെൻസ്, പിൻ നമ്പർ 8 ഡ്രൈവർ കളക്ടർ. ഈ പിൻ നമ്പർ 1 ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് പോകുന്നത്. കളക്ടർ ഓഫ് ഇൻറ്റേർണൽ ട്രാൻസിസ്റ്ററാണ് പിൻ നമ്പർ 1. പിൻ നമ്പർ 2 എമിറ്റർ ഓഫ് ഇൻറ്റേർണൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. പിൻ നമ്പർ 3 ടൈമിംഗ് കപ്പാസിറ്റർ കണക്റ്റഡ് ടു കപ്പാസിറ്റർ വിച്ച് ഡിസൈഡ്സ് സ്വിച്ചിങ് ഫ്രീക്വൻസി. സ്വിച്ചിങ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്ത് കപ്പാസിറ്ററിലേക്കാണ് ടൈമിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. 4 connected to ground. And pin number 5 comparator inverting input used to set the output voltage. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടിംഗ് ഇൻപുട്ട്, കമ്പാരറ്റർ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ആകുമ്പോൾ ഫീഡ്ബാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. VCC പിൻ നമ്പർ 6 ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഫെഡ് ടു ദിസ് പിൻ നമ്പർ 6. പിൻ നമ്പർ 6ലേക്കാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. പിൻ നമ്പർ 7 നമ്മൾ യൂസ് ചെയ്യുന്നത് ടു സെറ്റ് ദ ഔട്ട്പുട്ട് കറൻറ്റ്. പിൻ നമ്പർ 7 ഔട്ട്പുട്ട് കറൻറ്റ് സെറ്റ് ചെയ്യാനും പിൻ നമ്പർ 5 ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാനുമാണ്. ശ്രദ്ധിക്കുക, ഫീഡ്ബാക്ക് അഥവാ പിൻ നമ്പർ 5 ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാനും ഔട്ട്പുട്ട് കറൻറ്റ് സെറ്റ് ചെയ്യാൻ പിൻ നമ്പർ 7 IP സെൻസ് എന്ന് പറയുന്ന പിൻ നമ്പർ 7 ആണ് നമ്മൾ ഔട്ട്പുട്ട് കറൻറ്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിൻ നമ്പർ 8 ഡ്രൈവർ കളക്ടർ ഓഫ് ഇൻറ്റേർണൽ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് IC MC34063 പിൻ ഡയഗ്രാംസ്.
ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ICMC 34063. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഒരു കമ്പാരറ്റർ ഉണ്ട്, ഓസിലേറ്റർ ഉണ്ട്, ഗേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ട്രാൻസിസ്റ്റർ പെയർ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? സ്വിച്ച് കളക്ടർ, ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ 1. ആ 1ലേക്ക് നമ്മൾ ബൂസ്റ്റ്, ഈ ഒരേ ഐസിനെ തന്നെ നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടർ അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടർ, ഇൻവെർട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് പിൻ നമ്പർ 1 നിന്നാണ്. പിൻ നമ്പർ 2 സ്വിച്ച് എമിറ്റർ അല്ലേ, ബക്ക് കൺവേർട്ടർ ആകുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് പിൻ നമ്പർ 2 നിന്നാണ്. പിന്നെ പിൻ നമ്പർ 6 ഇവിടെ VCC, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പിൻ നമ്പർ 6ലേക്കാണ്. 4 ഗ്രൗണ്ടാണ്. 5 കമ്പാരറ്ററിലേക്കാണ് അല്ലേ. ഇവിടെ നിന്ന് ഫീഡ്ബാക്ക് പോകുന്നത് പിൻ നമ്പർ 5 ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് പോകുന്നത്. അവിടെ റെഫറൻസും ഈ ഔട്ട്പുട്ടിൻ്റെ ഫീഡ്ബാക്കും തമ്മിൽ കമ്പയർ ചെയ്ത ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്തുണ്ട്, ഒരു എറർ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുക. ആ എറർ വോൾട്ടേജ് ഗേറ്റിലേക്ക് കൊടുക്കും. ഗേറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രാൻസിസ്റ്ററിനെയും സ്വിച്ചും ട്രാൻസിസ്റ്ററിനെയും കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിനാണ് പിൻ നമ്പർ 5. പിന്നെ പിൻ നമ്പർ 7ഉം 3. പിൻ നമ്പർ ഓസിലേറ്ററിലേക്ക് 2 പിൻ നമ്പർ പോകുന്നുണ്ട്. ഒന്ന് പിൻ നമ്പർ 7ഉം മറ്റൊന്ന് പിൻ നമ്പർ 3. പിൻ നമ്പർ 3 ടൈമിംഗ് കപ്പാസിറ്ററാണ്. പിൻ നമ്പർ 7 നമ്മൾ കറണ്ട് സെൻസ് ചെയ്യാൻ എന്ന സർക്യൂട്ട്, കറണ്ട് സെൻസിങ് ഇൻപുട്ടാണ് നമ്മൾ പിൻ നമ്പർ 7ലേക്ക് കൊടുക്കുന്നത്. ഇത് രണ്ടിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻറ്റേർണൽ ഉള്ള ബ്ലോക്സുകൾ. While connecting as boost converter, switched output is taken from pin number 1. ഇതിൽ കാണിച്ചിരിക്കുന്ന യെല്ലോ കളർ മാർക്ക് ചെയ്തിരിക്കുന്നത് പിൻ നമ്പർ 1. ആൻഡ് ഫോർ ബക്ക് കൺവേർട്ടർ ഇറ്റ് ഈസ് ഫ്രം പിൻ 2. ആൻഡ് പിൻ 3 is connected to timing capacitor which determine the switching frequency of the IC. Output voltage is set by forming a potential divider at pin 5. ഓക്കെ, പിൻ 4 ഗ്രൗണ്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഈ IC ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ബേസിക് സർക്യൂട്ട് നമുക്ക് അറിയുന്നതാണ്. ഇൻഡക്ടർ, ഡയോഡ്, സ്വിച്ചൊക്കെ ഉണ്ട്. സ്വിച്ച് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക അല്ലേ. ഓക്കെ, ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് ICMC 34063 അതിൻ്റെ ബേസിക് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിതുപോലെ സർക്യൂട്ട് IC ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമുക്ക് അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് VS വേണം. പിന്നെ നമുക്ക് ബൂസ്റ്റഡ് DC ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇൻഡക്ടർ, ഡയോഡ്, കപ്പാസിറ്റർ ആൻഡ് IC നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്ത പോലെ കണക്ട് ചെയ്യണം. സ്വിച്ച് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്വിച്ചിൻ്റെ ഒരെൻഡ് ഇൻഡക്ടറിൻ്റെയും ഡയോഡിൻ്റെ ആനോഡിനിടയ്ക്കും ഒരെൻഡ് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇൻഡക്ടറിൻ്റെയും ഡയോഡിൻ്റെ ആനോഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് ICൻ്റെ പിൻ നമ്പർ 1 കൊടുക്കാം. കാരണം പിൻ നമ്പർ 1 നിന്നാണ് നമുക്ക് ബൂസ്റ്റ് ഔട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ആ പിൻ നമ്പർ 1 ഇവിടെ കൊടുത്തു. ഗ്രൗണ്ട് 4ഉം 2ഉം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു. 7ഉം 8ഉം നമ്മൾ ഡ്രൈവറും അതുപോലെ കറണ്ട് സെൻസിങ് സർക്യൂട്ടിലേക്കുള്ള ആവശ്യമായ കമൻസ് കൊടുക്കുന്നു. 6ൽ നമ്മൾ ഇൻപുട്ട് വിത്ത് കപ്പാസിറ്റർ Cin ആൻഡ് 3 ടൈമിംഗ് കപ്പാസിറ്റർ, 5ൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇത്രയുമാണ് നമ്മുടെ സർക്യൂട്ട് ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യാൻ ICMC 34063ക്ക് വേണ്ടത്. ഇനി വർക്കിംഗ് നോക്കാം. നമുക്ക് ബൂസ്റ്റിൻ്റെ വർക്കിംഗ് അറിയാം. ഫസ്റ്റ് ഇതിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യാം. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് സ്വിച്ചിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക അല്ലേ. ആ ലൂപ്പിൽ കൂടെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണിത്. ഇങ്ങനെ ഒരു ലൂപ്പിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. ഇവിടെ ഐസിൻ്റെ കേസിലും ഐസിൽ നിന്ന് കറണ്ട് ഫ്ലോ ഇൻഡക്ടറിലൂടെ വന്ന് ഐസിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ. രണ്ടിൻ്റെയും കറണ്ട് ഫ്ലോ കാണിച്ചിട്ടുണ്ട്. ICയിൽ ബേസിക് സർക്യൂട്ടിലുള്ള പോലെ തന്നെ ICയിലും കറണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് പ്ലസ് മൈനസ് ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ റെസിസ്റ്റർ R3 R4 കൂടെ ഇൻഡക്ടറിൽ കൂടെ പാസ് ചെയ്ത് കറണ്ട് ICൻ്റെ പിൻ നമ്പർ 1 ICയിലേക്ക് വന്ന് IC എന്നത് ഗ്രൗണ്ടിൽ. സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുക. കറണ്ട് ടെർമിനലിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇൻഡക്ടർ വഴി ഇങ്ങനെയാണ് കറണ്ട് അല്ലേ. അതായത് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇൻഡക്ടർ, ഡയോഡ്, കപ്പാസിറ്റർ വഴി സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഇൻഡക്ടർ പെട്ടെന്ന് സ്വിച്ചിൽ കൂടെ പോയില്ല. ഇൻഡക്ടറിൽ വേറെ എന്ത് സംഭവിക്കും? ഇൻഡക്ടറിലുള്ള
ആ ബാക്ക് ഇ എം എഫ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ബാക്ക് ഇ എം എഫ് ആയിട്ട് റിലീസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഇൻഡക്ടർ മൈനസ് പ്ലസ് ആവും. അതായത് പെട്ടെന്ന് സ്വിച്ചിൽ വരുന്ന കറണ്ടിൽ വരുന്ന മാറ്റം ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആവുകയും അവിടെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ എനർജിയും ഇൻപുട്ടും വി എസ് പ്ലസ് വി എൽ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഡയോഡിൽ കൂടെ പാസ് ചെയ്ത് ഔട്ടിൽ കിട്ടും. ഔട്ട്പുട്ട് കപ്പാസിറ്ററിൽ എന്തായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന എനർജി? വി എസ് പ്ലസ് വി എൽ ആയിരിക്കും. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിൽ അതുപോലെ ഇവിടെയുള്ള വി എൽ ഇൻഡക്ടറിനെ ക്രോസുള്ള വി എല്ലും കൂടെ ഉൾപ്പെട്ടിട്ട് നമുക്ക് വി എസ് പ്ലസ് വി എൽ ആയിരിക്കും കിട്ടുക. കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഡി സി കിട്ടി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ബൂസ്റ്റഡ് ഡി സി ഔട്ട്പുട്ട് കിട്ടി, വി എസ് പ്ലസ് വി എൽ. നമുക്ക് ഇൻപുട്ടിൽ വി എസ് കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വി എസ് പ്ലസ് വി എൽ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ എന്തായി, നമ്മൾ കൊടുത്ത ഇൻപുട്ട് ബൂസ്റ്റഡായി, സ്റ്റെപ്പ് അപ്പ് ആയി. ഓക്കെ, ഇനി നമുക്ക് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് യൂസിങ് IC/MC 34063 നോക്കാം. അതിൻ്റെ ബേസിക് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ സ്വിച്ച് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതുപോലെ നമുക്ക് IC വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് PS, അതുപോലെ ബക്ക് അല്ലെങ്കിൽ ബക്ക് കൺവെർട്ടർ DC ഔട്ട്പുട്ട്, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ് ഗ്രൗണ്ട് ഏതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്, ഗ്രൗണ്ട് കോമൺ ആണ്. ഇനി നമുക്ക് സ്വിച്ചിന് പകരം IC വരയ്ക്കാം. സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ബാറ്ററിൻ്റെ പോസിറ്റീവിനും ഡയോഡിൻ്റെ ഇൻഡക്ടറിൻ്റെ ഇടയിലല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ICനെയും കണക്ട് ചെയ്യാം. ICൻ്റെ 2-ൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബക്ക് കൺവെർട്ടർ ആയിട്ട് IC ഉപയോഗിക്കുന്ന സമയത്ത് ICയുടെ പിൻ നമ്പർ 2-ൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. 2 ആണ് നമ്മൾ ഇൻഡക്ടറിനും ഡയോഡിനും കൊടുക്കുന്നത്. 4 ഗ്രൗണ്ട് ചെയ്തു, 7ഉം 8ഉം 1ഉം വേണ്ട ബാക്കി കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്ത് Cന് 6ലേക്ക് നമ്മൾ Cൻ വഴി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. 3 നമുക്ക് ടൈമിംഗ് കപ്പാസിറ്ററും 5ൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ആയാലും എന്തായി, നമ്മുടെ ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് യൂസിങ് IC/MC 34063 ആയി. ഇനി നമുക്കിതിലെ കറണ്ട് ഫ്ലോ നമുക്കറിയാം. ബക്ക് കൺവെർട്ടറിൽ കറണ്ട് സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവുമോ? ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കിട്ടില്ല. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്ത് കപ്പാസിറ്റർ വഴി നമുക്ക് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലെത്തും. അപ്പോൾ ഇൻഡക്ടർ ചാർജ് ആവും. സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്യത്തില്ല. ഇൻഡക്ടറിൽ ഉണ്ടായിരുന്ന എനർജി റിലീസ് ആവുകയും ആ എനർജിയാണ് അതും കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തതുമാണ് നമുക്ക് ഔട്ട്പുട്ടിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റെഗുലർ ICൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് നമ്മൾ ICയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും, പ്ലസ് മൈനസ് ഡയറക്ഷനിൽ അല്ലേ. അപ്പോൾ പിൻ നമ്പർ 6ലൂടെ ICയിലേക്ക് കിട്ടും. ICന്ന് 2-ൽ നിന്ന് കറണ്ട് ഇൻഡക്ടറിലെത്തി. ഇൻഡക്ടർ പ്ലസ് മൈനസ് എന്ന ഡയറക്ഷൻ തന്നെ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അത് കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നത് പ്ലസ് മൈനസ് എന്ന് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായി, നമുക്ക് ഔട്ട്പുട്ടിൽ സ്വിച്ച് അവസാന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ നമുക്ക് DC ബക്ക് കൺവെർട്ടർ DC ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് കറണ്ട് ഫ്ലോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത്, സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്യത്തില്ല. ഇൻഡക്ടറിൻ്റെ പൊളാരിറ്റി ചേഞ്ചായി മൈനസ് പ്ലസ് ആയി ഇൻഡക്ടറിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുകയും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇൻഡക്ടറിൻ്റെ എനർജി കുറയുമ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ എനർജിയും കൂടെ എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി കിട്ടുന്നുണ്ട്. വീണ്ടും ആ കപ്പാസിറ്ററിലെ എനർജി കുറയുമ്പോൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിന് ഇൻറ്റേർണൽ, അപ്പോൾ ആ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് കുറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, സ്വിച്ചിനെ ഓണാക്കുക ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഔട്ട്പുട്ട് വീണ്ടും അതിലുള്ള ട്രാൻസിസ്റ്ററിനെ ഓണാക്കുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും, ഔട്ട് കിട്ടും. ഒരു നിശ്ചയ ചാർജ് എത്തുന്ന സമയത്ത് ഫീഡ്ബാക്ക് സർക്യൂട്ട് ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യിക്കും. അങ്ങനെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ അൺറെഗുലേറ്റഡ് DC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള DC നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇതാണ് ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് യൂസിങ് IC/MC 34063.
ഇനി ഇൻവെർട്ടിംഗ് കൺവെർട്ടർ സർക്യൂട്ട് യൂസിങ് IC/MC 34063. ഇൻവെർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് പോലെ തന്നെയാണ്. അവിടെ നമുക്ക് ഇത് ഇൻവെർട്ട് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ ഇൻവെർട്ട് നമ്മൾ പ്ലസ് മൈനസ് ഇൻപുട്ടിൽ കൊടുത്തു. നമുക്ക് കറണ്ട് ഇപ്പം എന്ത് ചെയ്യും, സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇവിടെ കണക്റ്റഡ് ആണെങ്കിൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഡയോഡ് പ്ലസ് മൈനസ് ആണല്ലേ, അപ്പോൾ ഡയോഡ് എന്താ റിവേഴ്സ് ബയസാണ്, ഇൻഡക്ടർ വഴിയാണ് വരാം. ഇൻഡക്ടർ പ്ലസ് മൈനസ് എന്ന അതേ ഇതിൽ തന്നെയാണ് എന്ത് ചെയ്യുക, എനർജി സ്റ്റോർ ചെയ്യുക, പ്ലസ് മൈനസ്. അത് നമുക്ക് ഔട്ടിൽ കിട്ടും. കപ്പാസിറ്റർ അത് കഴിഞ്ഞ് സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും, സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് ഇൻഡക്ടർ പൊസിഷൻ മാറും, മൈനസ് പ്ലസ്സായി മാറും. ഇൻഡക്ടറിൽ മൈനസ് പ്ലസ് അതിൻ്റെ ഇത് ചേഞ്ച് EMF റിലീസ് ചെയ്യും. ആ EMF നമുക്ക് ഇവിടെ പ്ലസ് മൈനസ് എന്നുള്ള ഡയറക്ഷൻ. ഇപ്പോൾ നമുക്ക് ഔട്ടിൽ മൈനസാണ് കിട്ടുക, പ്ലസ് മൈനസ്. അതുപോലെ തന്നെയാണ് നമ്മൾ IC ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ കറണ്ട് ഫ്ലോ ആണ് കാണിച്ചത്. ഇൻഡക്ടറിൽ നിന്ന് കറണ്ട് കപ്പാസിറ്ററും അതേ പ്ലസ് മൈനസ് ഡയറക്ഷനിൽ തന്നെയാണ് ചാർജ് ആവുക. ലോഡിലും പ്ലസ് മൈനസ് ആണ്. ഡയോഡ് വഴി ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന പറയുന്നത് പോസിറ്റീവിലേക്ക് ഇപ്പോൾ ചാർജ് ആനോഡിലേക്ക് ചാർജ് കിട്ടി ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് IC ഉപയോഗിച്ചിട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നോക്കുക. അൺറെഗുലേറ്റഡ് DC ഇൻപുട്ടും അതുപോലെ നമുക്ക് ഇൻവെർട്ടഡ് കൺവേർട്ടഡ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട്, കപ്പാസിറ്റർ, അതുപോലെ ഡയോഡ്, ഇൻഡക്ടർ, IC-യിലേക്ക് 6 ഇൻപുട്ട്, 4 നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 5 കൊടുത്തു. 3 ടൈമിംഗ് കപ്പാസിറ്റർ. ഇത്രയായാൽ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് IC-യിൽ കൂടെ ഫ്ലോ ചെയ്യും. IC-യിൽ കൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ ഇൻഡക്ടറിലെത്തും. ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇൻഡക്ടറിലെത്തും. അത് നേരെ എവിടേക്ക് പോകുന്നത്, ഗ്രൗണ്ടാണ് അല്ലേ, ഗ്രൗണ്ടിലേക്ക് പോകും. ഇനി പെട്ടെന്ന് സ്വിച്ച്, അതായത് ഇപ്പോൾ ഉള്ള ഔട്ടിലെന്ത് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓണാണ്, ഓഫ് ആകുന്ന സമയത്ത് ഇൻഡക്ടറിൻ്റെയും അതിൻ്റെ ഡയറക്റ്റ് പൊസിഷൻ പ്ലസ് മൈനസ് ചേഞ്ച് ചെയ്യും അല്ലേ. അതിപ്പോൾ നേരത്തെ ഇവിടെ പ്ലസ് മൈനസ് ആയിരുന്നു, അപ്പോൾ അതെന്തായി, മൈനസ് പ്ലസ് ആയി. അപ്പോൾ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ആവും. അത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഔട്ടിൽ കിട്ടുക മൈനസ് പ്ലസ്, അതായത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ഇൻവെർട്ടിംഗ് നടന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IC/MC 34063യുടെ ബേസിക്സ്, പിൻ ഡയഗ്രാം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഫീച്ചേഴ്സ്, അത് ഉപയോഗിച്ചിട്ടുള്ള ബൂസ്റ്റ് കൺവേർട്ടർ, ബക്ക് കൺവേർട്ടർ, ഇൻവെർട്ടിംഗ് കൺവേർട്ടർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. ഓക്കെ, താങ്ക് യു.